ഏതായാലും നമുക്ക് ഈ കല്യാണം വേണ്ട. ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാമായിരുന്നു. ഈ വക നാണം കെട്ട കാര്യങ്ങളൊന്നും അന്വേഷിച്ചാൽ നേരെ അറിയാൻ ഒക്കത്തില്ല. എവിടെയെങ്കിലും ഒരു തെറ്റുവശം കാണും. അയ്യോടാ, വേലയിലിരിക്കുന്ന പാമ്പിനെടുത്ത് തോളയിലിടും. രണ്ടിലൊന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഏതായാലും വിവരത്തിന് ഇന്ന് തന്നെ കത്തെഴുതി അയക്കണം. അപ്പം കേട്ടോ പറഞ്ഞു? ആ കേട്ടു. തീരുമാനവും കഴിഞ്ഞു. ഇത് നമുക്ക് വേണ്ട. എന്റെ കുടുംബത്തിൽ ഇങ്ങനൊരു ഭാരക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാ കത്തെഴുതിക്കും. നേരത്തെ എഴുതി വെച്ചിരിക്കുക. എന്നാ വായിച്ചോ. അപ്പോഴേ ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കൂ, ഉറപ്പിച്ച കല്യാണം വേണ്ടാന്ന് വെക്കാൻ എന്തുവാ കാരണം കഴിഞ്ഞിരിക്കുന്നത്? എന്തുവാ എന്തുവാ? ഞങ്ങൾക്ക് സൗകര്യമില്ല, അല്ലാതെ എന്തുവാ? ചേട്ടാ കുന്തമേ, കാര്യം നമുക്ക് പുറത്തു പറയാൻ കൊള്ളാവുന്നതാണോടാ. അച്ഛൻ നമ്മുടെ അമ്മാച്ചന്റെ മോൻ, ദീനാമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്. പുറത്തറിഞ്ഞാൽ നമുക്കല്ലയോ കുറച്ചില്ലേ? ഓ അതെല്ലാം മുട്ടാപ്പോക്ക്. അച്ഛനും ചുമ്മാരി മുട്ടാപ്പോക്കിന് മുട്ടാപ്പോക്ക്. ഇവിടെ പറഞ്ഞത് വല്ലതും അപ്പം കേട്ടോ? ആ കേട്ടു. എഴുത്ത് ഇപ്പൊ തന്നെ അയച്ചേരെ. എന്നാടാ എഴുത്തയച്ചേ? ആ എഴുത്തും നോക്കട്ടെ അച്ഛാ. എന്തിനാ? ഒന്ന് വായിച്ചു നോക്കട്ടെ. അങ്ങോട്ട് കൊറ, അവനും കൂടെ ഒന്ന് വായിച്ചു നോക്കട്ടെ. ഈ കത്ത് അയക്കണ്ട ചായ. നമുക്ക് ഈ കല്യാണം മതി. ഈ കല്യാണം മതിയോ? അതെ, പെണ്ണിനെ നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് അവൾ ഇഷ്ടമായി. നാണം കെട്ടവൻ. ആ എഴുതി തറ. വേണ്ട, ഈ കത്ത് അയക്കണ്ട. എന്ത് വളമായി കാണിക്കുന്നത്? നീ ആ പെണ്ണിനെ തന്നെ കെട്ടുവല്ലേടാ? അച്ഛനത്ര സംശയം എന്താ? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണെ ഞാൻ. നിനക്ക് ഇഷ്ടമാണല്ലേ പറഞ്ഞു ചുമ്മാതിരിക്കാൻ? കെട്ടുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഈ ചെറുക്കനെ അടിച്ചത് എന്നെ എന്തിനാ തല്ലുന്നത്? ഞാൻ മോഷിച്ചോ അതോ പിടിച്ചു പറിച്ചോ? അവൻ പറയുന്നതിലും കാര്യമുണ്ടപ്പാ. ഇറങ്ങി പോകാൻ പറ്റി. നീ എനിക്കില്ല. പക്ഷേ എന്റെ വീട്ടിൽ അച്ചായ സമ്പാദിച്ചൊന്നും എനിക്ക് തരണ്ട. പറഞ്ഞനുസരിക്കത്തില്ല. എങ്ങനെയാണ് അപ്പം മക്കളെ തല്ലുന്നത്? ഇങ്ങനെയാണോ ചീത്ത വിളിക്കുന്നത്? തല്ലുവടാ, ചീത്തയും പറയും. അപ്പനെ നിന്ദിക്കുന്നവനെ ദൈവം ശിക്ഷിക്കും. രാജാ, രാജാ, നീ ഒരുത്തിയാണ് മനസ്സിലാക്കുന്നത്. നീ എങ്ങോട്ട് പോണു? ആ പെണ്ണും പിള്ള അവന് കൈവശം കൊടുത്തായിരിക്കും വിട്ടത് അല്ലേ? ഒരു പച്ചക്കാരനെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചവർക്ക് ഇത് ചെയ്യാനോ മടി? ചേച്ചേ വേണ്ടാതിനും പറയാതടാ. നിനക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടാലോ കേട്ടാലോ ഉടനെ തുള്ളല. ജീവനകാലം വീണ്ടും വിചാരമില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കരുത്. ആ ചെറുക്കിന് ആ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തോ ചെയ്യുന്ന പോഞ്ഞ കൊള്ളി പുറത്ത് അത്ര തന്നെ. അവന് വലിയ ഛേദമാ. അവൻ സർക്കാരിന്റെ രക്ഷിതാക്കി ശമ്പളം മാറ്റി ജീവിക്കുന്നവനാണ്. നിങ്ങളുടെ ഓച്ചാരമൊന്നും അവന് ആവശ്യമില്ല. അതുകൊണ്ട് അവന് പേടിക്കണം. പേടിക്കണം. ഇനിയുള്ള കാലം അങ്ങനെ. പ്രായമായ പിള്ളേരെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലൊന്നും പറ്റത്തില്ല. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ആ പാലാക്കാരൻ സാറ് പുറകെ നടന്നിട്ട് അച്ഛൻ എന്താ മോളെ കെട്ടിച്ചു വിടാഞ്ഞു? എഴുതാ പോകാൻ വായിക്കാനടാ. എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താടാ എന്താ? കണ്ടോ ഇതാ പറഞ്ഞത്. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാരും ന്യായസ്ഥന്മാരാ. ഈ കല്യാണം നടത്താതിരിക്കാൻ ഒരു ന്യായവും. എന്റെ കൊക്കിയിൽ ജീവനുള്ളപ്പോ ഇത് നടക്കത്തില്ല. നടക്കത്തില്ലടാ, നടക്കത്തില്ല. നമുക്ക് കാണാം. ഇവൻ ഇങ്ങനെ ഒരുത്തൻ അമ്മ തല്ലിയ കാര്യമായാലും അവൻ അതിനൊരു എതിര് പിടിക്കും. എന്തുവാടാ വെള്ളരിങ്ങ പട്ടണം? കല്യാണം ഉറയ്ക്കുക, ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കുക. ഒരു ചെറുക്കന്റെ ചെല്ല കിണത്ത് കിടക്കുന്നത് കണ്ടില്ലയോ? സന്ധ്യയാണെന്ന് പറഞ്ഞ് ഈ ചെയ്സ് ചെയ്യാമോ? ഈ തോന്നിവാസം ഒന്ന് പറഞ്ഞത് ആരാ? എനിക്കറിയാൻ മേല, തിരക്കൊന്നുമില്ല. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാം. വെറുതെ ആളെ കൊണ്ട് അധികം പറയിപ്പിക്കുന്നതിന്. അങ്ങനെ പേടിച്ചാൽ ഒളിക്കാൻ കാടുണ്ടോടാ? ഞാൻ കൂടി പോയി ഉറപ്പിച്ച കല്യാണമാണ്. അത് തന്നെ നടത്തും. ഇനി ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ എനിക്ക് കാര്യം. നീ വാ. കാപ്പി കുടിച്ചിട്ടാ വന്നത്. പിന്നെ എന്തോ ഉണ്ട് കൊച്ചുകുട്ടി വിശേഷം? വിശേഷമൊക്കെ ഇവിടെ അല്ലയോ? പെണ്ണ് കേട്ട് ഉറക്കുക, പിന്നെ അത് വേണ്ടെന്ന് വെക്കും. അതിനപ്പോ ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ കളിയാ രാജന്റെ കല്യാണക്കാര്യം വേണ്ടെന്ന് അവൻ പറഞ്ഞില്ലേ? കാര്യമൊന്നും പറഞ്ഞില്ല. ചെള്ളക്ക് തെണ്ണത്ത് കിടക്കുന്നത് കണ്ടു. ഓഹോ, അക്കാര്യം ചോദിക്കാൻ വന്നതാണല്ലയോ? അയ്യോ അല്ല, നിങ്ങളുടെ മോൻ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാലും ആരും ചോദിക്കാനില്ല. പിന്നെ ഞാൻ കൂടി പോയി പെണ്ണിനെ കണ്ടു. എല്ലാവർക്കും സമ്മതമായി ഉറച്ചൊരു കല്യാണമാണ്. അതിപ്പം നടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എനിക്ക് കൂടി ഒന്ന് അറിയണ്ടായോ? അവന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ പോട്ടെ,
ഏത് പാടുപാട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ഇടാ കൊച്ചുകുട്ടി, നമുക്ക് യോജിച്ച ഒരു കല്യാണം അല്ല അത്. എന്തു അപ്പച്ച ഈ യോജിപ്പേട്? അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പനൊന്നിച്ചുമാര് അളിയൻ മനസ്സിലെന്തോ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടുവന്നിരുന്ന് സംസാരിക്കുക. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് അവർ കല്യാണം ആലോചിക്കുന്നത്. വിവരം അന്വേഷിക്കുന്നു, യോജിച്ചാണെങ്കിൽ നടത്തുന്നു. രാജന് ദോഷമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ കൊച്ചുകുട്ടിച്ചായ? ഒരു പട്ടക്കാരന് തൃപ്തി തോന്നിയ ആലോചന പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തൃപ്തിയായി. അതിനിടയ്ക്കപ്പോൾ എന്താ ഉണ്ടായത്? ആ കാര്യം തെളിച്ചു പറ. അല്ല, അളിയൻ ക്രാസ് ചെയ്യാണോ ഇവിടെ വന്നിരുന്നത്? വന്ന് കേട്ടപ്പോൾ മര്യാദയ്ക്ക് മറുപടി പറഞ്ഞു. ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല, അത്രമാത്രം മനസ്സിലായിക്കോ. അങ്ങനെ മുട്ടാപ്പോക്ക് പറയും. അവന് ഇഷ്ടപ്പെട്ട കല്യാണം അത് തന്നെ നടത്തണം. അല്ലയോ, ഇത് നടത്തണമോ വേറെ വല്ലതും നടത്തണമോ എന്ന് നിശ്ചയിക്കേണ്ടവൻ ഞാനാ, അവന്റെ അപ്പൻ. അമ്മാച്ചന്മാരെ ക്ഷണിക്കുമ്പോ വന്നേച്ചാ മതി. അപ്പൻ തന്നെ സമ്മതിച്ചു. പക്ഷേ അപ്പൻ മക്കളോട് ആ നിലക്ക് പെരുമാറണം, ഇല്ലെങ്കിൽ ചോദിക്കാൻ ആളുകൾ. അവന്റെ അമ്മയെ അത്തുപോയിട്ടുള്ളൂ. കൂടെ പിറന്ന ആങ്ങളെയാണ് ഞാൻ. അവന് ഈ കല്യാണം മതി, ഇത് തന്നെ നടന്നു. എന്നാൽ അതൊന്ന് കാണണമല്ലോ അളിയാ. കാണാനൊന്നുമില്ലയോ? കാര്യം ഞാൻ ഞങ്ങൾ തെളിച്ചു പറയാം. നിങ്ങളുടെ അച്ഛന്റെ മോളാണ് പെണ്ണെന്നല്ലേ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അങ്ങനെ ആയാൽ തന്നെയും ഈ കല്യാണം നടത്താതിരിക്കാൻ ന്യായമൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് പെണ്ണിനെ നോക്കിയാൽ മതി. നിങ്ങളുടെ അച്ഛന്റെ വിശേഷം 10 പേരെ കൂടി അറിയിച്ചു വെച്ച് നടത്തും. വല്ലട കുത്തി ഉണപ്പിക്കരുത്. കൊച്ചുകുട്ടി പിണങ്ങിയാണല്ലോടാ പോയത്. അതിന് ഞാനെന്താ വേണം? അവൻ എന്നെ തെല്ലിക്കാൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക, അവന്റെ അമ്മാച്ചൻ. അയ്യോ, ദൈവദോഷം പറയാം. എവിടെയാണ്? നീ നാളെ തന്നെ പോകാൻ തീരുമാനിച്ചു? പിന്നല്ലാതെ വല്ല പട്ടാള ക്യാമ്പിലും പോയി കിടന്നാൽ മനസ്സിനെങ്കിലും സമാധാനം കിട്ടും. 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോയി. മതി മതി, തൃപ്തിയായി. ഇനി ഞാൻ പോയാൽ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. രാജാ, ഒരിക്കലല്ല, ഞാൻ എപ്പോ അവധിക്ക് വന്നാലും ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തിൽ താമസിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാം, അച്ചായന് പണം മതി. അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ശരിക്കൊള്ളുക. സഭാപ്രസംഗം 1-ാം അധ്യായം 81-ാം വാക്യം നീ വായിച്ചിട്ടുണ്ടോ? ഓർക്കുന്നില്ല. ഓർക്കണം. എടാ, ഒരു വീടായാൽ കലഹവും കലക്കവും ഒക്കെ ഉണ്ടാകും. കലകിടങ്ങ് തെളിയുകയും ചെയ്യും. എന്തൊക്കെ ആയാലും അവൻ നിന്റെ അപ്പന. അവനെ അനുസരിക്കാൻ നീ കടത്തപ്പെട്ടവരും. വിവേകം കൈവടിയരുത്. അത് തന്നെ ഞാനും പറയുന്നത്. എന്താ? വിവേകം ആരും കൈവടിയരുതെന്ന്. ഞാൻ പൊയ്ക്കൊള്ളാം. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ഇനി എല്ലാവർക്കും അവരവരുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം. എന്ത്? നിനക്ക് നിന്റെ കാര്യമെന്നോ? അതെ. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാടാ? നീ അയച്ചു തരുന്നത് കൊണ്ടല്ലോടാ ഞാൻ കഴിഞ്ഞു കൂടുന്നത്. വലിയപ്പച്ചന് ഞാൻ മാസം തോറും വല്ലതും ചിലവിനായിട്ട് അയച്ചു തരാം. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പെറ്റവളല്ലെങ്കിൽ പെറ്റ തള്ളയെ പോലെയല്ലേ രാജ ഞാൻ നിന്നെ കരുതുന്നത്? ഞാൻ ഇതുവരെ എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ കൊച്ചമ്മേ? നിങ്ങളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നല്ലോ. എന്ത് കാര്യത്തിന് അച്ഛൻ എന്നെ തല്ലിയത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് അവകാശമില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊയ്ക്കൊള്ളാം. എടാ, ഒത്തിരി നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്ക് തോന്നിയ തീരുമാനമായത്. നീ മറുത്തൊന്നും പറയരുത്. ഞാൻ വല്ല വഴിക്കും പോയേക്കാം. കല്യാണമോ പൊലൊളിയോ എന്താന്ന് വെച്ചാ അച്ചായനങ്ങ് നടത്തി കൊടുത്തേരെ. ചേടാ, ഇത് വൈകുന്നവരെ ന്യായം പറഞ്ഞു വെച്ചും വാളല്ലാത്തതെല്ലാം വാരത്തിലായി എന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യം. എനിക്കെല്ലാം മനസ്സിലായ ചായ. മറ്റുള്ളതെല്ലാം പോട്ടെ. ചെറുക്കം പിണങ്ങി പോകാൻ ഒരുങ്ങി നിൽക്കുന്നു, ഇല്ലയോ? പോന്നെങ്കിൽ അങ്ങ് ചെല്ലട്ടെ. അവൻ എന്നെ തോപ്പിച്ചിട്ട് ഞാൻ വീണ്ടും വിചാരമില്ലാത്ത വർത്തമാനം പറയാതടാ. ആ ചെറുക്കം 10-100 രൂപ അയച്ചു തരുന്നതുകൊണ്ടല്ലയോ നീ മിടുക്കനായി നടക്കുന്നു? അച്ചായൻ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. പിന്നെന്തിനാ? അപ്പം സമ്മതിക്കോ ഇല്ലെന്ന് നീ അങ്ങ് തീരുമാനിക്കാതെ വാ, നമുക്ക് പോയി അപ്പനോടൊന്ന് ചോദിച്ചു നോക്കാം. നടക്കട്ടടാ. ഗുണമായാലും ദോഷമായാലും അവന്റെ ചുമടവൻ ചുമക്കട്ടെ. അപ്പനും ഇങ്ങനെയാണോ പറയുന്നത്? കുടുംബത്തിന്റെ മാനം
എന്തുവാ മാനം അതങ്ങ് മോളില് മാനം. പറ വാ, നീ വിഷമിക്കാതെ. ദൈവം വരുത്തുന്നതെല്ലാം നന്മയ്ക്കാം. വാ. ഇത് കെട്ടിയാതി ഇവിടെ ഒരെണ്ണം കെട്ടണം. എന്ത് വാഴ വെട്ടി പറഞ്ഞ് വീടില്ല ഇറച്ചി കൊണ്ടുപോകണം. ഇവിടെ എല്ലാവരും അവിടെ വേഗം ചെല്ലേ. നാളെ എവിടെ കൂട്ടിട്ട് നാളെ മൂലണ്ടല്ലോ. കല്യാണമായിട്ട് താൻ ഇവിടെ ഇരിക്കുകയാണോ? ആരാ? കുഞ്ഞുമ്മനടിയനാണോ? ആന്നു ആന്നു. ഇനി നമ്മൾ ഇരുന്നാലെന്തുവാ കിടന്നാലെന്തുവാ വല്ല കൃതവും ഉണ്ടോ? ഇല്ല ഇല്ല, യാത്രയ്ക്ക് കഴിച്ചിട്ടും വാങ്ങിച്ചോണ്ടിരിക്കുക. വണ്ടി വരണം പോണം. പിള്ളാരെ വെറ്റച്ചെല്ലം കൊണ്ടുപോവാ. തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരുന്നു. എന്തുവാ? പണ്ട് മണ്ണു ചന്തന്ന് കാളയെ വാങ്ങിച്ചോണ്ട് വരുമ്പോ വഴി വെച്ചുണ്ടായ സംഭവം ഒക്കെ ഓർത്തോണ്ടിരുന്നു. പുള്ളിക്കാരി ഇവിടെ വന്നിരുന്നപ്പം ഞാനല്ലയോ വിളിച്ചു വെളിയിൽ കൊണ്ടുവിട്ടത്. അതെല്ലാം അങ്ങ് മറന്നോ? മറന്നില്ല. മറക്കാൻ നോക്കുവോ? ഇല്ല ഇല്ല, ഒക്കില്ല. ഞാൻ നാളെ വരാം. വേണ്ട വേണ്ട. അവറാനെ കുഞ്ഞുമ്മനളിയന് ആ വെട്ടം ഒന്ന് കാണിച്ചു കൊടു. ഞാൻ വരട്ടെ. വല്യപ്പച്ചൻ ചോറുണ്ടില്ലാന്ന് കൊച്ചമ്മ പറഞ്ഞു. ഏ ചോറുണ്ടില്ലാന്ന് പറഞ്ഞു. ആ വേണ്ട മോളെ, ഇറച്ചിക്കറിക്ക് ഉപ്പ് നോക്കിയതാ. ഞാൻ കാലം വേണ്ട മോളെ. മോളവിടെ ഇരി. പാലാക്കാരൻ സാറിന്റെ ആലോചന പിന്നെ എന്തോ ആയി? സാർ ആ കാര്യം പറയാൻ അവിടെ വന്നിട്ട് തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്തുവാ? ചീത്ത പറഞ്ഞയച്ചു. ആ നിന്റെ അപ്പന്റെ കയ്യിൽ കാശോ കുത്തണ വല്ലോ ഉണ്ടോ? അതുകൊണ്ടാ. പണം എന്തിനാ? ശ്രീധന ഒന്നും വേണ്ട. കല്യാണ ചെലവിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് വല്യപ്പച്ച. എന്തുവാ? നീ കരയാന്നു? കരയാതെ പെണ്ണെ, നിന്റെ അപ്പനോട് ഞാൻ ഒന്നുകൂടി പറയാം. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഇതുവരെ ഉണ്ടാകാത്ത വഴി ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അനിയത്തിമാരും അവരുടെ ഭർത്താക്കന്മാരും വീട്ടിൽ വന്നാ പിന്നെ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്നുള്ള വിചാരം പോലും അവർക്ക് ആർക്കുമില്ല. കുറുപ്പച്ചനോ? പിള്ളേരെ കുറച്ച് കാപ്പി കൊണ്ടാടാ. വേണ്ട, കാപ്പി കുടിച്ചു, മുറുക്കി, പള്ളിയിൽ പോയി, കല്യാണത്തിന്റെ എല്ലാ ചടങ്ങ് കഴിഞ്ഞാ വരുന്നത്. പെൺകുട്ടിയെ കണ്ടോ? കണ്ടോന്നോ? ഓവേ, വിഷ്ണു രമയ്ക്കു നിശയ്ക്കു ശശാങ്കനുമയ്ക്കു ഹരൻ നളൻ ഓർക്കി നിനക്കും എന്ന് പറഞ്ഞപോലുള്ള ചേർച്ചയുണ്ട്. കുഞ്ഞിനാപ്പിളിക്ക് ഇതെല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ടല്ലോ. എന്തെല്ലാം കണ്ടു. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. മരുന്നുണ്ടോ? മരുന്നോ? 2 ദിവസത്തെ കൂടി കാണും. തീരുമ്പോഴേക്ക് കൊണ്ടുവരാം. അപ്പാ ഞാൻ ഇറങ്ങട്ടെ, നാളെ വരാം. അപ്പാ, എന്താണ്? എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്തോന്നാ? കല്യാണം എല്ലായിടത്തും ശരിക്കും വിളിച്ചോ? വിളിച്ചു കാണും. കോഴഞ്ചേരിയിൽ അച്ഛനെ വിളിച്ചോ? ഇല്ല. അതെന്താ? അതെന്താ? ഇതാ എനിക്ക് പിടിക്കാത്തത്. ആർക്കാ ഇതിന്റെയൊക്കെ ചുമതല?
അതേ കെട്ട് കഴിഞ്ഞു, അവരെല്ലാരും വന്നു. അങ്ങോട്ടൊക്കെ ഒന്ന് ചെല്ല്. വഴക്കും മക്കാണൊക്കെ പിന്നെ. പാടാ ചെറുക. കരഞ്ഞാണോ എന്നെ യാത്ര ചെയ്യുന്നത്? ഞാൻ ദിവസം എണ്ണി കാത്തിരിക്കും. ഞാൻ ജാനുവരിയിൽ തീർച്ചയായും വരും. കരയില്ല. ഞാൻ വരച്ച പോയി വാ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. നിന്റെ നീതി നിമിത്തം എന്നെ വിടിവിക്കണമേ എന്നുള്ള സങ്കീർത്തനം എപ്പോഴും ഓർമ്മയുണ്ടായിരുന്ന യഹോവ നിനക്ക് തുണയായിരിക്കും. നിന്റെ അപ്പനോട് നീ യാത്ര ചോദിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി തന്നെ വരാമെന്ന് പറഞ്ഞു പോയ ആണ് ഇതുവരെ കണ്ടു. എന്തൊരു മനുഷ്യൻ. ഞാൻ പോട്ടെ കൊച്ചമ്മേ. കുഞ്ഞേ, ശാന്തമ്മേ. അവൾ അപ്പുറത്തെങ്ങാണ്ടോ വിഷമിച്ച് കിടക്കുകയായിരുന്നു. രാജ, എഴുത്തയക്കാൻ മറക്കരുത്.